ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തികളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, പോകാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ അംബിയാവിലെ 87-ാമത്തെ ആയത്ത്, അത് നമുക്കിപ്പം ഹാജത്തിൻ്റെ നിസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാൻ പോകുമ്പം അത് നിസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഈ ദുആ ചെയ്യാം. ഇത് യൂനുസ് നബിൻ്റെ ദുആ ആണ്. അപ്പോൾ ഇത് അതായത് ഈ ആയത്ത് സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്ത്. അതായത് നമ്മൾക്ക് വളരെ കഷ്ടകാലമാണ് നമുക്ക്. അപ്പോൾ കഷ്ടകാലത്ത് നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ദുആ ആണ് ഞാനീ പറഞ്ഞു തന്ന യൂനുസ് നബിൻ്റെ ദുആ. അത് സൂറത്തുൽ അംബിയ 87-ാമത്തെ ആയത്താണ്. അത് ഹാജത്തിൻ്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി അത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം അത് ഓതാം. നമ്മൾ ഈ വളരെ കഷ്ടകാലത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയതാണ്. അതൊരു 21 വട്ടം അല്ലെങ്കിൽ 45 വട്ടം അങ്ങനെ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന അത്ര ചെയ്യാം.